ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിനുശേഷം വീഡിയോ മുഴുവനായി കാണാം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണതേ എളുപ്പത്തിലൊരു പാൻറ്റ് തയ്ച്ചെടുക്കാനാണ് പോണത്. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം ഈ ഒരു പാൻറ്റ് കീറാതെ നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ തുണീനത് ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഓപ്പൺ അല്ലാതെയാണ് ഇരിക്കുക. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും ഓപ്പൺ ആയിട്ടിരിക്കും. പിന്നെ ഏറ്റവും താഴ്ഭാഗത്ത് ഇത് ഇതേപോലെയാണ് വരിക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കിയിടുക. പാൻറ്റിൻ്റെ മേൽവശത്തേക്ക് കുറച്ച് വീതിയുള്ളൊരു പട്ട തയ്ച്ചെടുക്കാനുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് പാൻറ്റിൻ്റെ ആ ഒരു കാലിൻ്റെ വണ്ണം ഉണ്ടല്ലോ അത് മാർക്ക് ചെയ്യുകയാണേ. അപ്പം ഞാനിവിടെ ഒരു 6 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് ഒരു 2 ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ അവിടെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും മേൽഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെ താഴോട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് മാർക്ക് ചെയ്ത അളവിൽ നിന്നിട്ട് ഉള്ളിലോട്ടൊന്ന് ചെരിച്ച് വരയ്ക്കാനുണ്ട്. അപ്പോൾ സൈഡ് ഭാഗത്ത് നിന്നിട്ട് 2-3 ഇഞ്ച് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചിട്ട് കട്ട് ചെയ്ത് തയ്ച്ചാലാണ് പാൻറ്റ് അത്യാവശ്യം നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം മാർക്ക് ചെയ്ത് കൂടാതെ ഒന്നും കൂടി വരച്ച് കാണിക്കുന്നുണ്ട്. കുറച്ചും കൂടി മുള്ളിലോട്ട് ഇതുപോലെ ഒന്ന് ചെരിക്കണമെങ്കിൽ ചെരിച്ച് കൊടുക്കാം. ഇനി നമ്മൾ 9.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് നേരെ താഴെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് വരച്ച് കൊടുക്കണം. അത് വരയ്ക്കുമ്പോഴും ഇതേപോലെ ഒറ്റയടിക്ക് നേരെ വരയ്ക്കരുത് കേട്ടോ. ചെറിയ ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതേപോലെയാണ് ഷേപ്പ് വരാം. പാൻറ്റിൻ്റെ കാലിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്ത് വരുന്ന കുറച്ച് തുണി ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് വീതിയുള്ള പട്ട തയ്ക്കാനായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പം മേൽഭാഗത്ത് നിന്നിട്ട് സൈഡിലേക്ക് താഴ്ഭാഗത്തേക്ക് ഉണ്ടല്ലോ നമുക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗത്ത് നിന്നിട്ട് അതായത് അതിൻ്റെ വീതിയാണ് 10 ഇഞ്ചോളം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് ആ ഒരു ഭാഗത്തും 8.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇതുപോലെ 2 സൈഡും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് 8.5 ഇഞ്ച് തന്നെയാണോ ഇറക്ക് വരുന്നതെന്നൊന്ന് കറക്റ്റായിട്ട് നോക്കാം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പാക്കി എടുക്കാം. പാൻറ്റിൻ്റെ മെയിനായിട്ടുള്ള മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യേണ്ടത്. പാൻറ്റിൻ്റെ ഇറക്ക് നമ്മൾ മാർക്ക് ചെയ്തത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇത്തിരി നീളം കുറഞ്ഞ തുണിയായ കാരണം ഞാൻ മൊത്തമായിട്ടുള്ള ആ ഒരു ഇറക്കമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാൻറ്റിന് ഇറക്കം മാർക്ക് ചെയ്യേണ്ടതേ നമ്മുടെ പാൻറ്റ് മൊത്തം എത്ര ഇറക്കമാണോ വേണ്ടത്. അപ്പോൾ വലിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10.5 ഇഞ്ചെങ്കിലും മേൽഭാഗത്തേക്കുള്ള പട്ട വേണം. അപ്പോൾ ആ ഒരു 10.5 ഇഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള ഇറക്ക് നോക്കാം. ആ ഒരു ഇറക്കാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു കാലിൻ്റെ ഒരു ഷേപ്പ് നമ്മളിപ്പോൾ വരച്ച് കട്ട് ചെയ്യുന്നില്ലേ ആ ഒരു ഭാഗം മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മേൽഭാഗത്ത് കുറച്ച് ഇങ്ങനെ കോൺ പാഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം കൂടി ഒന്ന് കറക്റ്റാക്കി എടുക്കുകയാണ്. വീതിയുള്ള പട്ട തയ്ക്കാനുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്തല്ലോ. ഇനി അതും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ചെറിയ പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കളയുന്നില്ല. അതപ്പോൾ നമുക്ക് എന്തെങ്കിലും തയ്ക്കാനൊക്കെ ആയിട്ട് ആവശ്യം വരുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പാൻറ്റിനെ നമുക്ക് വേഗത്തിൽ തയ്ച്ചെടുക്കാം കേട്ടോ. അത് തയ്ക്കാനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു താഴത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം അതായത് 2 പീസ് ഉണ്ടാവുമല്ലോ അത് ദേ ഇങ്ങനെ മുഖാമുഖം വെക്കുക. അതിനുശേഷം ഒരു സൈഡ് ആദ്യം തയ്ച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടിയും അതേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് തയ്ച്ചിട്ട് നോക്കാം.
ഒരു സൈഡ് തയ്ച്ച പോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഭാഗം ഇതുപോലെ 2 പീസും കൂട്ടിയിട്ട് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് 2 ഭാഗം തയ്ച്ച് കഴിഞ്ഞാൽ ഞാനിനി ആദ്യം ചെയ്യാൻ പോണത് മേൽഭാഗത്തേക്ക് നമുക്ക് വീതിയിൽ പട്ട തയ്ക്കണമല്ലോ. ആ പീസ് രണ്ടും ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ 2 തെറ്റും കൂട്ടി വെച്ചിട്ട് തയ്ക്കുക. അപ്പോൾ ചീത്ത വശം ാണ് കേട്ടോ നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന തരത്തിൽ വെച്ചിട്ട് ചീത്ത വശത്തിൻ്റെ 2 സൈഡും ഇതേ രീതിയിൽ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റിന് എലാസ്റ്റിക് ഇടുന്ന കാരണമാണ് കേട്ടോ ഈ രീതിയിൽ നേരെ തയ്ക്കുന്നത്. അപ്പോൾ വള്ളിയൊക്കെ വെച്ച് തയ്ക്കാനാണെങ്കിൽ ഞാൻ മേലത്തെ ഈ ഒരു പട്ട ഇതേ രീതിക്കല്ല കേട്ടോ തയ്ക്കാം, വേറൊരു മോഡലിലാണ് തയ്ച്ചെടുക്കാറ്. അപ്പോൾ നമുക്ക് എലാസ്റ്റിക് ആയ കാരണം ഇത്തിരി കൂടി എളുപ്പമുണ്ട്. ഇതേപോലെ നേരെ വെച്ച് തയ്ച്ചെടുക്കുകയാണ്. പിന്നെ ഇതേപോലെ മേൽഭാഗത്ത് ഇതേപോലെ വീതിയിലൊന്ന് തയ്ച്ചെടുക്കണം. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് എലാസ്റ്റിക് ഇട്ടെടുക്കാനാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എത്ര വീതിയുള്ള എലാസ്റ്റിക്കാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി നോക്കാം. ആ ഒരു വീതിയിൽ വേണം കേട്ടോ നമുക്ക് ഇനി ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വീതിയിൽ, അതായത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ട ഒരു ചെറിയൊരു പട്ട തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഞാനിങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട്. തയ്ച്ചിട്ട് ഇത് മുഴുവനാവുമ്പോൾ അവസാനിക്കുന്ന ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വിടണം കേട്ടോ. അതായത് നമുക്ക് എലാസ്റ്റിക് ഉള്ളിൽ കൂടെ ഇട്ടൊന്ന് എടുക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പാൻറ്റിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അത് കൂട്ടി തയ്ച്ചില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗം ഈ ഒരു വീതിയുള്ള പട്ട തയ്ച്ച ഭാഗം സെൻറ്റർ ഭാഗം തമ്മിൽ അങ്ങനെ തൊട്ട് അടുത്ത് തന്നെ ഇതേപോലെ ഒപ്പാക്കി വയ്ക്കാം. എന്നിട്ട് സൈഡ് ഭാഗത്തേക്ക്, അതായത് താഴ്ഭാഗത്തെ തുണിയിൽ എത്രയ്ക്കോ വീതി കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വരുന്ന ഭാഗത്താണ് നമ്മൾ ഞെറിയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു പാൻറ്റിന് സൈഡ് ഭാഗത്താണ് ഞെറിയിടുന്നത്. ഇനി നമുക്ക് സൈഡ് ഭാഗത്ത് ഞെറി വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കും ഫ്രണ്ടും ആ ഒരു ഭാഗത്തും നമുക്ക് ഞെറിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സൈഡ് ഭാഗത്ത് ഞെറിയിടാനാണ് പോണത്. അപ്പോൾ കൂടുതൽ നിൽക്കുന്ന ആ ഒരു ഭാഗം മുഴുവനും നമ്മൾ ഞെറിയിട്ടെടുക്കുകയാണ്. രണ്ട് സൈഡിലും ഞാൻ ഇതേപോലെ ചെറിയ ഞെറിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞെറിയിട്ടെടുത്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒപ്പം വച്ചിട്ട്, അതായത് ഇതിൻ്റെ നല്ല വശമാക്കി വെക്കുക. അതിനുശേഷം മേൽഭാഗത്ത് ആ ഒരു വലിയ പട്ടയുണ്ടല്ലോ അതിൻ്റെയും നല്ല വശമാക്കി വെച്ചിട്ട് സെൻറ്റർ ഭാഗങ്ങൾ തമ്മിൽ ഒപ്പം വെച്ച് നോക്കാം. അപ്പോൾ അതേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് തുണിയിൽ കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ മേൽഭാഗത്ത് ആ ഒരു പട്ടയിൽ വെച്ച് നമ്മൾ തയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഞെറിയൊരു ഭാഗത്ത് ചെറുതായിട്ടൊരു ഞെറി അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് ഒപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. പാൻറ്റിൻ്റെ താഴ്ഭാഗവും മേൽഭാഗവും തമ്മിൽ ഇതുപോലെ കൂട്ടി വെച്ച് തയ്ക്കുമ്പോഴേ ഒന്നില്ലെങ്കിൽ 2 വട്ടം തയ്ച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഒരു വട്ടം തയ്ച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ച് വേണമെങ്കിൽ തയ്ച്ചെടുക്കാം. അപ്പം ഞാൻ ഉള്ളിലേക്ക് തന്നെയാണ് കേട്ടോ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എലാസ്റ്റിക് ഇട്ട് എടുക്കാനുണ്ട്. അപ്പോൾ എലാസ്റ്റിക് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ താഴ്വശം ഒന്ന് ഉള്ളിലോട്ട് മടക്കി തയ്ക്കണം. ഇതേപോലെ വെച്ചിട്ടൊന്ന് മടക്കി തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് മടക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒപ്പം വെച്ചിട്ട് ഒന്ന് കറക്റ്റ് അളവ് വെച്ചിട്ട് മടക്കി തയ്ക്കുക. ഇനി നമ്മുടെ തയ്ക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ആ കാലിൻ്റെ അടിവശം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഒരു 6 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മേൽഭാഗത്തേക്ക് ഇതേപോലെ ആ ഒരു ഷേപ്പും കൂടി ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ താഴത്തെ തുണി, അതായത് നമ്മളിപ്പോൾ ഒരു കാലിൻ്റെ ഒരു സൈഡ് ഭാഗത്താണല്ലോ മാർക്ക് ചെയ്തത്, ഇപ്പുറത്തെ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ഇതേ അളവ് മാർക്ക് ചെയ്തെടുക്കുക. പാൻറ്റിൻ്റെ സൈഡ് ഭാഗം കൂട്ടി തയ്ക്കുമ്പോൾ ഞാൻ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് ഒരു കാലിൻ്റെ സൈഡ് മുഴുവനായി തയ്ച്ചെടുത്തിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് താഴോട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കാറ്. അപ്പോൾ ഇതുപോലെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് ചെരിഞ്ഞൊന്നും പോകാതെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തയ്ക്കണേക്കാളും നല്ലത് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് തയ്ച്ചെടുക്കുന്നതാണ്. പാൻറ്റിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇട്ടെടുക്കണം. അപ്പം നമുക്കിവിടെ എലാസ്റ്റിക്കിൻ്റെ അതായത് അരവണ്ണ ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഒരു
22 ഇഞ്ചാണേ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് 20 ഇഞ്ചിലുള്ള എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെറ്റത്ത് ഒരു സൂചി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒപ്പം വെച്ചിട്ട് എലാസ്റ്റിക്കിന് ആദ്യം തയ്ച്ചെടുക്കുക. പിന്നീട് അവിടെ കുറച്ച് ഭാഗം നമ്മൾ വിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ, ആ ഒരു തുണിയുടെ ഭാഗം തയ്ച്ചതിൻ്റെ ശേഷം ഇതുപോലെ കുറച്ച് ചുളിവ് വന്നിട്ടുണ്ടാവും എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞപ്പോൾ. അതിനെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് തയ്ക്കണം. എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് തയ്ച്ചു കൊടുത്തില്ലെങ്കിലേ നമുക്കിത് ചിലപ്പോൾ ഇടുമ്പോൾ മടങ്ങിപ്പോവും. മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പാൻറ്റ് ഇതേ എളുപ്പത്തിൽ നമ്മളിതേ ഇതുപോലത്തെ പാൻറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ പാൻറ്റ് ഇനി തയ്ക്കാൻ അറിയില്ല എന്ന് ഇനി ആരും പറയരുത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു പാൻറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.